ഇന്ന് ഒരു സൂപ്പർ സംഭവം ഉണ്ടായി. എന്റെ ക്ലിനിക്കിൽ ഒരു കുട്ടി അമ്മയും കൂടെ ട്രീറ്റ്മെന്റിന് നോർമൽ ഡെന്റൽ ചെക്കപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ എന്ന് പറയുമ്പോൾ എന്നെക്കാട്ടിലൊരു 5 years എൽഡർ ആണ്. കുട്ടിക്കായിരുന്നു ട്രീറ്റ്മെന്റിന്. നോക്കുമ്പോൾ 5-6 പല്ലുകൾ ഫുൾ കേടായിരുന്നു. അതിലൊരു പല്ല് കുറച്ചും കൂടെ ഡീപ്പാണ്, റൂട്ട് കനാൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അപ്പൊ അവരമ്മ എൻ്റെ അടുത്ത് ചോദിച്ചത്, ഡോക്ടറെ എന്റെ വായിൽ ഇതേപോലെ കേടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സുഖമായി പറഞ്ഞുപോയി, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇപ്പൊ എന്റെ പല്ല് കണ്ടില്ല, ഒരു കേടുമില്ല, നന്നായി നിന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതേപോലെ പല്ല് കേടുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒരു 8-9 years ആകുമ്പോഴായിരുന്നു അത് ഓട്ടോമാറ്റിക്കലി പറഞ്ഞുപോയി. ചെറിയൊരു പെയിൻ വന്നു, ഞാൻ മെഡിസിൻ കഴിച്ചു പോയി. അങ്ങനെയായിരുന്നു എന്റെ ഹിസ്റ്ററി. പക്ഷെ ഇപ്പോൾ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഡയറ്റ് പാറ്റേൺസും എല്ലാം കഴിക്കണം. നിങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചല്ലോ ഇപ്പൊ കുട്ടികൾ കഴിക്കുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരു 2-3 വയസ്സിൽ തന്നെ റൂട്ട് കനാൽസിലോട്ടും ഫുൾ പല്ലെല്ലാം ഈ പുഴുപ്പല്ലി പറയില്ല, അതുപോലെ ചിരിക്കുമ്പോൾ എല്ലാ പല്ലും ബ്ലാക്ക് ആയിട്ടൊക്കെയാണ് കാണുന്നത്. അത് ഓരോരുത്തരുടെ ഡയറ്റ് പാറ്റേൺ കാരണമാണ്. അപ്പൊ ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം പണ്ട് പെയിൻ വന്ന പോലെയല്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റെക്കറന്റ് എപ്പിസോഡ്സ് ആയിട്ട് വരുന്നുണ്ട്. അത് കാരണം കുട്ടിക്ക് പനിയും ഉണ്ടാവും, ചിരിക്കുമ്പോൾ സ്കൂളിൽ പോയി കളിയാക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുമൊക്കെ പോട്ടെ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ടിലെ പല്ലുകൾ കേടായ കുട്ടികൾക്ക് FHS എന്ന് പറഞ്ഞ പോലെ കുറെ ആൽഫബറ്റ്സ് പ്രൊണൗൺസിയേഷൻ നേരെ കിട്ടില്ല. റെക്കറന്റ് ഇൻഫെക്ഷൻസ്, പനിയൊക്കെ വരും, കുട്ടികളുടെ കോൺഫിഡൻസിനെ എഫക്ട് ചെയ്യും. പിന്നെ പെയിൻഫുൾ ഉള്ള ടൂത്താ വെച്ചാൽ കുട്ടി നല്ല രീതിയിൽ ഫുഡ് ചവച്ചരച്ച് കഴിക്കില്ല. അത് കുട്ടിയുടെ ബോൺ ഗ്രോത്ത്, താടിയിലെ വളർച്ചയൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ സാരമായി ബാധിക്കും. കുട്ടിക്ക് പിന്നെ ചില ടൈപ്പ് ഫുഡിനോട് തന്നെ വെറുപ്പാകും. ഇത് കഴിച്ചാൽ വേദനിക്കും, ഞാൻ കഴിക്കണില്ല എന്ന് പറയും. ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. കുട്ടികൾക്ക് വന്നിട്ട് അമ്മ എനിക്ക് റൂട്ട് കനാൽ ചെയ്യണം, അമ്മ എനിക്ക് ഫില്ലിംഗ് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് പാരന്റ്സ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ എന്ന് എടുക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ.